ആയിട്ടില്ലേ? പൊടിയില്ലേ? എവിടെ കിടക്കുന്നത്? ചേർന്ന് പാടിക്കേ. അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എൻ ആശ്രയം, എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപനിധിയേ, എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപനിധിയേ. പരിശുദ്ധരേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമേച്ചിടുന്നേ. പരിശുദ്ധരേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമേച്ചിടുന്നേ. നീതം പോലെ നടത്തണേ, പോകേണ്ട വഴിയെ കാണിക്കണേ. നീതം പോലെ നടത്തണേ, പോകേണ്ട വഴിയെ കാണി. ഒന്നും കൂടി ചേർന്ന് പാടാം. നിന്റെ ഹിതം പോലെ, നിന്റെ ഹിതം പോലെ നടത്തണേ, പോകേണ്ട വഴിയെ കാണിക്കണേ. കൂരിരുളാവില്ല, താഴ്വരയാവില്ല, യേശുവിന്റെ ഉള്ളിലുള്ള കൂരിരുളാവില്ല,
ആരാധിച്ചിടുന്നു ഞാൻ. പാതാളം ജയിച്ചവനെ ജയിച്ചവനെ അങ്ങേ ആരാധിച്ചിടുന്നു ഇതാ. ഉയർത്തെഴുന്നേറ്റവനെ ഉയർത്തെഴുന്നേറ്റവനെ അങ്ങേ ആരാധിച്ചിടുന്നു ഞാൻ. പാതാളം ജയിച്ചവനെ അങ്ങേ ആരാധിച്ചിടുന്നിതാ. ഹല്ലേലൂയ ഹോസന ഹല്ലേലൂയ ഹോസന ഹല്ലേലൂയ ഹോസന ഹല്ലേലൂയ ഹോസന ഹല്ലേലൂയ ഹോസന ഹല്ലേലൂയ ഹോസന ഹോസന ഹല്ലേലൂയ ഹോസന. ഇരു കരങ്ങളെ ഉയർത്തി ഏക മനസ്സോടെ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നുകൊണ്ട് 2020 ടാറ്റ പറയാം. 2021 വിശ്വാസത്തോടെ സ്നേഹത്തോടെ ദൈവകൃപയോടെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. എന്റെ നാഥ, നടത്തിയ എല്ലാ വിധങ്ങൾക്കായിട്ട് നന്ദി. മറച്ചു പരിപാലിച്ച എല്ലാ വിധങ്ങൾക്കായിട്ട് നന്ദി. എല്ലാ ദൈവിക സൂക്ഷിപ്പുകൾക്കായിട്ട് നന്ദി. ഞാൻ അവിശ്വസ്തനായിരുന്നപ്പോഴും എന്റെ മേൽ വിശ്വസ്തമായിരുന്ന അങ്ങയുടെ വലിയ ചിറകിനായി ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ചെറുതും വലുതുമാകുന്ന എല്ലാ ഉപകാരങ്ങൾക്കായും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ നിമിഷം നമ്മുടെ അധരങ്ങളെ തുറക്കാം. നമുക്ക് സ്തുതികൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ മനസ്സുകളെ നിറയ്ക്കാം. പരിശുദ്ധാത്മാവേ, വലിയ സ്തുതിയോടെ നന്ദി പറച്ചിലോടെ 2020 നമുക്ക് 2021 പ്രവേശിക്കാം. 2020 ടാറ്റ പറയാം. ഓ താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവേ, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നങ്ങ് സൂക്ഷിച്ചു. എന്റെ പ്രാണനെ മരണത്തിൽ നിന്നങ്ങ് സൂക്ഷിച്ചു. എന്റെ ആത്മാവിനെ അവിടുന്ന് പരിപാലിച്ചു. എന്നെയും എനിക്കുള്ളതിനെ മാത്രമല്ല, ലോകമെമ്പാടും അങ്ങയുടെ കരുണ ഞങ്ങളോട് എല്ലാവരോടും കൂടെ ഇരുന്നു. അങ്ങയുടെ വലിയ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി. സമാനതകളില്ലാത്ത വലിയ വ്യഥകളിലൂടെ ലോകം കടന്നുപോയപ്പോഴും ആയുസ് പലരുടെയും അസ്തമിച്ചപ്പോഴും നാഥ, കൺമണി പോലെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ സമയത്ത് ഇരു കരങ്ങളെയും ചേർത്തടിച്ച് ചില നിമിഷങ്ങൾ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാൻ പോകുകയാണ്. നാഥ, നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ. അത് മഞ്ഞുപോലെ അവിടുത്തെ വിശ്വസ്തത എന്റെ മേൽ പെയ്തിറങ്ങും. അത് മാരി പോലെ എന്റെ മേൽ അത് പൊങ്ങി വരും. പർവ്വതം മാറിപ്പോയേക്കാം, കുന്നുകൾ നീങ്ങിപ്പോയേക്കാം, എന്നാൽ അവിടുത്തെ വിശ്വസ്തതയ്ക്ക് എന്നോട് ഒരു മാറ്റവുമില്ല. സ്തുതിക്കാൻ തുടങ്ങാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. എന്നതാ കർത്താവിന്റെ വചനം പറയുന്നത് അറിയാമോ? അവിടുത്തെ വിശ്വസ്തത എന്നും എന്നേക്കുമുള്ളത്. പർവ്വതം നീങ്ങിയേക്കാം, കുന്നുകൾ മാറിയേക്കാം, കർത്താവിന്റെ വിശ്വസ്തതയ്ക്കോ യാതൊരു കോട്ടവുമില്ല, ഒരു മാറ്റവുമില്ല. അത് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇരു കരങ്ങളെ ചേർത്തടിച്ച് എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അത് മഞ്ഞു പോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും, അത് മാറി പോലെ എന്നിൽ പെയ്തിറങ്ങും. അത് മഞ്ഞു പോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും, അത് മാറി പോലെ എന്നിൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെ എന്നെ വിട്ടു മാറുകില്ല.
അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്താവൻ. ആവർത്തിച്ചു പാടാം. നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്താവൻ. എത്ര നല്ലവൻ, നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്താവൻ. എത്ര നല്ലവൻ, എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്താവൻ. ഓ എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്താവൻ. അത് മഞ്ഞു പോലെ എന്നെ പൊഴിഞ്ഞു വീഴും, അത് മാരി പോലെ എന്നെ പെയ്തിറങ്ങും. അത് മഞ്ഞു പോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും, അത് മാരി പോലെ എന്നിൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും ദയ എന്നെ വിട്ടുമാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും ദയ എന്നെ വിട്ടുമാറുകില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര ഓഹോ, എന്നോടുള്ള നിന്റെ യേശുവേ, എന്നോടുള്ള നിന്റെ കൃപ എത്ര അത് മഞ്ഞു പോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും, അത് മാറി പോലെ എന്നിൽ പെയ്തിറങ്ങും. അത് മഞ്ഞു പോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും, അത് മാറി പോലെ എന്നിൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുഞ്ഞുകൾ നീങ്ങിയാലും ദയ എന്നെ വിട്ടുമാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും ഉദരത്തിൽ എന്നെ കണ്ടല്ലോ, അമ്മനുതിരത്തിൽ എന്നെ കണ്ടല്ലോ, എന്നോട് തേനയെന്ന് ചേർത്ത് വെച്ചല്ലോ. തുണയാമെന്നരുളിയോനെ, നിനക്ക് തുല്യനായ ആരുമില്ല. തനയോളം ചുമക്കാമെന്നരുളിയോനെ, നിനക്ക് തുല്യനായി ആരുമില്ല. എന്നോടുള്ള നിന്റെ ദയ, എന്നോടുള്ള നിന്റെ ദയ, എന്നോടുള്ള യേശുവേ, എന്നോടുള്ള നിന്റെ കൃപ എത്ര അത് മഞ്ഞു പോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും, അത് മാറി പോലെ എന്നിൽ പെയ്തിറങ്ങും. അത് മഞ്ഞു പോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും, അത് മാറി പോലെ എന്നിൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും ദയ എന്നെ വിട്ടുമാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും ദയ എന്നെ വിട്ടുമാറുകില്ല. എന്നോടുള്ള നിന്റെ ദയ, എന്നോടുള്ള നിന്റെ ദയ, എന്നോടുള്ള നിന്റെ ദയ, എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര യേശുവേ, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പ്രാർത്ഥനത്തിൽ സൃഷ്ടിക്കാത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാട്ടത്തിൽ സൃഷ്ടിക്കാത്തവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. കരങ്ങൾ ഉയർത്തി വീശി ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാട്ടത്തിൽ സൃഷ്ടിക്കാത്തവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാട്ടത്തിൽ സൃഷ്ടിക്കാത്തവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. പാട്ടത്തിൽ സൃഷ്ടിക്കാത്തവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. സ്തുതിപ്പീൻ സ്തുതിപ്പീൻ ഉയർന്ന് സ്തുതിച്ചിടുവിൻ യേശു രാജാതിരാജാവിനെ. സ്തുതിപ്പീൻ സ്തുതിപ്പീൻ ഉയർന്ന് സ്തുതിച്ചിടുവിൻ സ്തുതിപ്പീൻ. ഹല്ലേലൂയ. രാജാതിരാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ.
യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവ്വവും നീക്കിയതിൽ പുതുജീവൻ പകർന്നവിടാം. എന്റെ വേദന സർവ്വവും നീക്കിയതിൽ പുതുജീവൻ പകർന്നവിടാം. എന്റെ യേശു എനിക്ക് സന്തോഷത്തോടെ അവൻ എന്നുമെന്നും മതിയായവൻ. സ്തുതിച്ചോണ്ട് 2021 എന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. എന്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ God's faithfulness, കർത്താവേ അങ്ങയുടെ വിശ്വസ്തത, മനമേ യേശു മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. അങ്ങയുടെ വിശ്വസ്തത എന്നുമെന്നേക്കുമുള്ളത്. യേശുവേ ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഓഹോ, ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 എന്താണ് ദൈവത്തിന്റെ വചനം 2021 പ്രവേശിക്കുമ്പോൾ നമ്മോട് പറയുന്നതെന്ന് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. നോക്കൂ, തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കുകയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാമത്തെ അധ്യായത്തിലെ വാക്യങ്ങൾ ഇവിടെ വായിക്കുകയാണ്. 2-ാം ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ വാക്യങ്ങൾ വായിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണമേ. കാരണം വിശ്വാസം എല്ലാവർക്കുമില്ല. ഈ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വചനം ദയവായി ശ്രദ്ധിക്കുക. കാരണം വിശ്വാസം എല്ലാവർക്കുമില്ല, എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. 2 Thessalonians 3:3. But God is faithful. He will strengthen you and he will guard you from all evil. ഹല്ലേലൂയ. Hallelujah. കാരണം വിശ്വാസം എല്ലാവർക്കുമില്ല. All doesn't have faith. അവിടെ ഒരുപാട് കാര്യങ്ങൾ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ അപ്പോസ്തലൻ വിശദീകരിക്കുകയാണ്. ആ കാര്യങ്ങൾ നിങ്ങൾ വായിക്കുവാൻ താല്പര്യമെങ്കിൽ, പ്രചാരവും മഹത്വവും ലഭിക്കുന്നതിലും ദുഷ്ടന്മാരിലും അധർമ്മികളുമായ മനുഷ്യരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നതിനുമായി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. അപ്പൊ വിശ്വാസികളോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് നടത്തുന്ന വലിയ പ്രബോധനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ലീഗ നടത്തുന്നത്. Paul is giving exhortation to the people in Thessalonica to pray for them. അധർമ്മികളായ മനുഷ്യരിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. So that we may be freed from pertinacious and evil men. അധർമ്മികളായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വേഴ്സ് 1-ാമത്തെ വാക്യം 2-ാമത്തെ വാക്യമൊക്കെ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. Verse 1 and 2 it says, please pray for us so that we be free from evil men. ഹല്ലേലൂയ. അധർമ്മികളായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുവിൻ. Pray that we be freed from the evil man. അധർമ്മികളായ മനുഷ്യരിൽ പിന്നെ എടുത്തു പറയുമ്പോൾ 2-ാം വാക്യത്തിൽ പറയുകയാണ്, ദുഷ്ടന്മാരായ മനുഷ്യരിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ.
First he says that pray that we may be freed from pertainers as an evil man also. അപ്പൊ അധർമ്മികളായ മനുഷ്യരുണ്ട്, ദുഷ്ടരായ മനുഷ്യരുണ്ട്. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിൽ കർത്താവിന്റെ വചനത്തിന്റെ പ്രചാരം നടക്കണം. So there are pertainers and evil men, but from among them let pray for us so that we be freed from them. Hallelujah. Hallelujah. എന്നിട്ടാണ് അപ്പോസ്തലൻ പറയുന്ന മൂന്നാമത്തെ വാക്യം, കാരണം വിശ്വാസം എല്ലാവർക്കും ഇല്ല. And then he says, all doesn't have faith, എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്, but God is faithful, അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും and he will strengthen you, ദുഷ്ടനിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യും. and he will guard you from evil. Hallelujah. 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 ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. Pray for us. എന്നിട്ട് നിങ്ങളോട് എന്ന പോലെ അപ്പോസ്തലൻ പ്രബോധനം നടത്തുകയാ. നിങ്ങളെ കർത്താവ് ശക്തിപ്പെടുത്തുകയും കാത്തുകൊള്ളുകയും And ചെയ്യും. then he's giving an exhortation to the people that God will strengthen you and keep you and guard you. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. You pray for us, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. and we are praying for you. ഇതാണ് ആ കൂട്ടായ്മ. That's the fellowship. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. You pray for us ഞങ്ങൾ ദുഷ്ടരായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് so രക്ഷപ്പെടുവാൻ, that we may be freed from അധർമ്മികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ from pertainers people. ഞങ്ങൾക്ക് വേണ്ടി You പ്രാർത്ഥിക്കുവിൻ. pray for us, എന്നിട്ട് പറയാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. and then he says we'll pray for you. അപ്പൊ നിങ്ങൾ എന്ന് പറഞ്ഞ് രണ്ടാമത് വിശ്വാസികളിലേക്ക് വിരൽ ചൂണ്ടുമ്പം ഒരു സത്യ യാഥാർത്ഥ്യം അപ്പോസ്തലൻ വിളിച്ചു പറയുക, വിശ്വാസം എല്ലാവർക്കും ഇല്ല. Then when he is exhorting the people, he is coming to the idea that all doesn't have much faith. എനിക്ക് തോന്നുന്നു 2020 പോലെ വിശ്വാസ മൂല്യച്യുതി വന്ന ഒരു വർഷം നമ്മുടെ തലമുറയിൽ ഉണ്ടായിട്ടില്ല. 2020 is a year where people are backslided from faith. ഒരുപാട് വിശ്വാസത്യാഗങ്ങൾ, അപ്പോസ്റ്റസികൾ നമ്മൾ കണ്ണാലെ കണ്ടു. There were a lot of apostasies we have seen with our own eyes. വലിയ വിശ്വാസികൾ എന്ന് നാം ചിന്തിച്ച പലരും കൊറോണയുടെ മുമ്പിൽ മുട്ടിടറി. For many people we thought they have great faith, but they were backsliding from that. ഒരുപാട് പേരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. Most of the people were backsliding. എന്റെ സ്നേഹിതരായ ചിലർ വിശ്വാസം നഷ്ടപ്പെട്ടവരായി ഞാൻ കണ്ടു. I saw some of my friends also ചിലരെ backsliding. വിശ്വാസം നഷ്ടപ്പെടാൻ തിരിച്ചു കൊണ്ടുവരാൻ ദൈവം കൃപ ചെയ്തു. So for some God gave me the ചിലർക്ക് grace വേണ്ടി to നമ്മൾ bring them back. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. For some we are praying. ക്രൈസ്തവ നാമധാരികളായ ചിലർ ദൈവനിഷേധികളായി മാറിയത് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു. Last year we saw many people who are in faith, they backslided from that. കോവിഡ് വന്നപ്പോ നിന്റെ ദൈവം ഒളിച്ചു ഓടിയോടാ എന്ന് ചോദിച്ചവരെ നമ്മൾ കണ്ടു. Some people even ask, where is your God? ദൈവത്തിനും ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്കും വിരോധമായി സംസാരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ നമ്മൾ അടുത്തറിഞ്ഞ വർഷമാണ് 2020. 2020 is a year we have seen people coming against the men of God. ഈ അപ്പോസ്റ്റസി അല്ലെങ്കിൽ വിശ്വാസത്യാഗം 2020 മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. This is not the thing that has happened in 2020 alone. ഇത് കാലാകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. Even before it has happened. ഒന്നാം നൂറ്റാണ്ടിൽ ഇത് അധികം The first സംഭവിച്ചിട്ടുണ്ടായിരുന്നു. century it has been so much. എന്നാൽ ഈ കാലഘട്ടത്തിൽ അത്രയുമില്ല. After that there was not so much. എന്നാൽ ഈ സമയത്ത് 2020 ഒരുപാട് പേരുടെ വിശ്വാസം തണുത്തുപോയി. But in 2020 is a year where many people have lost their faith. പ്രാർത്ഥനകൾക്ക് കൂടുവാൻ അവസരം നഷ്ടപ്പെട്ടു. Because പള്ളികൾ അടയ്ക്കപ്പെട്ടു. we could not go to the church and have to pray. കൺവെൻഷനുകൾ No നിർത്തലാക്കപ്പെട്ടു. conventions. ടെലിവിഷനിലൂടെയുള്ള പ്രഭാഷണങ്ങൾക്ക് പോലും പുറത്തുപോയി റെക്കോർഡ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് വന്നു. Even to televise we had problems to go outside and എല്ലാ മേഖലയിലും കെട്ടപ്പെട്ടു. every area there was bondage. പലരുടെയും വിശ്വാസം ക്ഷീണിച്ചു. Many have lost their faith. പലരും പ്രാർത്ഥന നിർത്തി. Many people have even stopped praying. ഒളിച്ചും പാത്തും ഒക്കെ പോകുന്നവരായി മാറി. ഭയപ്പെടുത്തി ഒരുപാട് ദൈവിക കാര്യങ്ങളൊക്കെ, നീ പള്ളിയിൽ പോയില്ലെങ്കിൽ അങ്ങനെ ആവൂടാ, നീ പ്രാർത്ഥിക്കാൻ വന്നില്ലെങ്കിൽ ഇങ്ങനെ ആവൂടാ എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയവര് തന്നെ പറഞ്ഞു പള്ളിയിലേക്കേ വരണ്ട. Many people said stop going to church. ഇപ്പൊ ഒന്ന് പള്ളിയിലേക്ക് വന്നേക്കരുത്. Don't come to the church. അപ്പൊ ഒരുപാട് പേരുടെ വിശ്വാസം തണുത്തു. Because of that many people കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടു. stop the fellowship. ഇടയിലുള്ള പ്രാർത്ഥനകൾ നഷ്ടപ്പെട്ടു. In between the prayers also stop. ഇതൊരു സത്യയാഥാർത്ഥ്യമാണ്. That's the reality. ഈ പശ്ചാത്തലം മുഴുവൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇനി വചനം സംസാരിക്കുന്നത്. Seeing all this background I am speaking this. കാരണം എല്ലാവർക്കും വിശ്വാസമില്ല. Most of the people have lost their faith. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനം 3-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ പൗലോസ് പറയുന്ന എല്ലാവർക്കും വിശ്വാസവും മറ്റും ഇല്ല. 2 Thessalonians chapter 3 verse 3, Paul is saying എല്ലാവർക്കും വിശ്വാസം ഇല്ല. all doesn't have faith. എന്നാൽ But എല്ലാവർക്കും വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് അവസാനിക്കുകയല്ല. it isn't stopped by that. എല്ലാവർക്കും വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് നഷ്ടമോ കോട്ടമോ വരുമെന്നൊന്നും പറയുകയല്ല അവിടെ. It's not that many people doesn't have faith, they have lost many things. എല്ലാവർക്കും വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. And then he says, എന്നാൽ കർത്താവ് വിശ്വസ്തൻ. but God is faithful.
ഈ വചനം ഭയങ്കരമായിട്ട് ഉറപ്പിക്കുന്നു. Hallelujah. എല്ലാവർക്കും വിശ്വാസമില്ല, Many people doesn't have faith, പക്ഷെ കർത്താവ് വിശ്വസ്തനാണ്. but God is faithful. 2020 നമ്മെ വിട്ടു പോകാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോ നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് ഒട്ടും സംശയമില്ലാതെ വിശ്വാസത്തിൽ ഉറച്ച് ഇതൊന്ന് പ്രഖ്യാപിച്ചേ. എനിക്ക് ചില സമയത്ത് വിശ്വാസത്തിൽ മൂല്യച്യുതി വന്നിട്ടുണ്ട്, പക്ഷെ കർത്താവ് വിശ്വസ്തനാണ്. Hallelujah. Put your hand on the chest and then declare this. Even though I am faithless, God is faithful. ഹല്ലേലൂയ. കർത്താവ് വിശ്വസ്തനാണ്. God is faithful. വിശ്വാസം എല്ലാവർക്കും ഇല്ല, Many doesn't have faith, പക്ഷെ എല്ലാവരുടെ മേലും കർത്താവിന്റെ വിശ്വസ്തതയുണ്ട്. but his faithfulness is upon everyone. എല്ലാവർക്കും വിശ്വാസമില്ല, All doesn't have പക്ഷെ faith, എല്ലാവരുടെ മേലും കർത്താവിന്റെ but വിശ്വസ്തത. God's faithfulness is over everyone. ഫെയ്ത്ത്ഫുൾനെസ് വരുന്നെന്നാ നമ്മളെല്ലാരും എഴുതുമ്പം ചിന്തിക്കുന്നു. We thought that faith comes out of faithfulness. അങ്ങനല്ലേ? We- ഫെയ്ത്ത് എഴുതാതെ ഫെയ്ത്ത്ഫുൾനെസ് എഴുതാൻ പറ്റുമോ? and you have to write faith first and then it add on to faithfulness. ഫെയ്ത്ത് എഴുതിയിട്ടാ പിന്നെ നമ്മള് FULL ഒക്കെ എഴുതുന്നത്. ഫുൾനെസ്സിലേക്ക് വരണമെങ്കിൽ ആദ്യം എഴുതുന്ന ഫെയ്ത്ത് ആണ്. First you have to write faith, then you can go to the fullness. ഞാൻ ചിന്തിച്ചോണ്ടിരുന്ന എന്റെ ഫെയ്ത്ത് കൂടി ആ കർത്താവിന്റെ വിശ്വസ്തത അല്ലെ ഫെയ്ത്ത്ഫുൾനെസ്സിലേക്ക് I പോകുന്നത്. thought that my faith has to increase and പക്ഷേ then go up to അങ്ങനല്ല. faithfulness. That's not the അങ്ങനല്ല. way. That's not the way. ഫെയ്ത്ത്ഫുൾനെസ്സിൽ നിന്നാ ഫെയ്ത്ത് It's വരുന്നത്. out of faithfulness the faith comes. വിശ്വസ്തതയ്ക്കകത്തുനിന്നാ വിശ്വാസം വരുന്നത്. Faith comes out of faithfulness. ഹല്ലേലൂയ. Hallelujah. ആരുടെ വിശ്വസ്തതയ്ക്കകത്തുനിന്ന് എന്റെ വിശ്വാസം വരുന്നതെന്ന് അറിയാമോ? From whose faithfulness my faith comes? കർത്താവിന്റെ വിശ്വസ്തതയ്ക്കകത്തുനിന്ന് എന്റെ വിശ്വാസം It's വരുന്നത്. out of God's faithfulness my faith comes. അതുകൊണ്ട് ഞാൻ പറയാം, കർത്താവിന്റെ വിശ്വസ്തതയ്ക്കകത്തുനിന്ന് എന്റെ വിശ്വാസം It's out വരുന്നത്. of God's faithfulness my faith comes. എത്ര പേര് ഒന്നുകൂടെ അതിനോട് ചേർന്ന് പറയും, കർത്താവിന്റെ കരമുയർത്തി എന്ന് പറഞ്ഞ്, കർത്താവിന്റെ വിശ്വസ്തതയ്ക്കകത്തുനിന്ന് എന്റെ വിശ്വാസം. It's out of God's faithfulness my faith comes. അതുകൊണ്ടാണ് എല്ലാവർക്കും വിശ്വാസം ഇല്ലാഞ്ഞിട്ടും എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നത്. That's why many doesn't have faith, but all are getting blessed. എല്ലാവർക്കും വിശ്വാസമില്ല, പക്ഷെ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുക. Many doesn't have faith, but all are getting blessed. ആരെ പറയുന്നത്? എന്റെ അയൽവക്കംകാരന് ഒരു വിശ്വാസവും ഇല്ല. Some is saying my neighbor doesn't have any faith, അവന്റെ വീടിന് 3 മുറി ഉണ്ടായിരുന്നു, ഇപ്പൊ 5 മുറിയായി. but he is getting blessed more and more. അവൻ നേരത്തെ പോയിക്കൊണ്ടിരുന്ന ഒരു സാധാരണ മാരുതി കാറിലായിരുന്നു, ഇപ്പൊ എഴുതാൻ ഓടിയല്ല പോകുന്നത്. Earlier he was having only a Maruti car, now he has got a higher end car. ഇവൻ എന്നെ അനുഗ്രഹിക്കപ്പെടാൻ കാരണം What's the reason behind it? എനിക്കാണ് ഭയങ്കര വിശ്വാസം. I have more faith. അവനാണ് വിശ്വാസം ഇല്ല. He doesn't have faith. വിശ്വാസം ഉള്ള ഞാനും He's comparing with the വിശ്വാസം ഇല്ലാത്ത അവനും he's comparing between അവൻ the faith and കൂടുതൽ the അനുഗ്രഹം faithless, പ്രാപിക്കുന്നു. but he is getting more blessed. അവന്റെ മേലും നിന്റെ മേലും ഒരുപോലെ ഉള്ളതാണ് കർത്താവിന്റെ വിശ്വസ്തത. But God's faithfulness is equal upon the അതുകൊണ്ട് faithfulness ഈ as വചനം the അങ്ങനെ തന്നെ. faithful. കാരണം എല്ലാവർക്കും വിശ്വാസം ഇല്ല. Many doesn't have faith. വലിയ വിശ്വാസ ധീരന്മാര് കാലിടറിപ്പോയത് കണ്ടിട്ടുണ്ട്. More, you have seen many heroes of faith even എന്റെ ദൈവമേ, 2020 എനിക്ക് എന്തുമാത്രം അവിശ്വാസം വന്നിട്ടുണ്ട്. 2020 many times you have gone faithless. What about you? Yes, exactly. ഒത്തിരി അവിശ്വാസം വന്നിട്ടുണ്ട്. Most of us have lost the പക്ഷെ faith, ഒരു പ്രാവശ്യം പോലും but not even a single time. കർത്താവിന്റെ വിശ്വസ്തത മാറിയിട്ടില്ല. His faithfulness remains the same. ഓ, എന്റെ വിശ്വാസം കർത്താവിന്റെ വിശ്വസ്തതയ്ക്കകത്താണെന്നൊന്ന് പറഞ്ഞു. I will just tell that my faith is inside the faithfulness of Jesus. 2021 നോക്കിയിട്ട് ഞാൻ ആവർത്തിച്ചു പറയാം, ദൈവിക വിശ്വസ്തത പരിധിയില്ലാതെ വെളിപ്പെടുന്ന വർഷമാണ് 2021. 2021 is going to year where the faithfulness of God is going to be Outpouring of the faithfulness of God. Hallelujah, the outpouring of the faithfulness of God. കർത്താവിന്റെ വിശ്വസ്തതയുടെ അമാനുഷികമായ പകർച്ച നമ്മുടെ മേലുണ്ടാവും. 2021 is going to be a year of the great outpouring of the faithfulness of God. എന്നിട്ട് മൂന്നാമത്തെ പറയുന്നത്, And then he says, ആദ്യം റിയാലിറ്റി പറയുകയാണ്. first is bringing the reality. എനിക്ക് എപ്പോഴും ഈ ബൈബിളിനോടുള്ള ഒരു താല്പര്യം അതാണ്. ഇതൊരു പ്രായോഗികത നമ്മോട് സംസാരിക്കുക. It's a very practical guide. ആദ്യമേ നമ്മോട് പറയുക, എല്ലാവർക്കും വിശ്വാസം ഇല്ല. First he's saying many doesn't have faith, എല്ലാവർക്കും വിശ്വാസം ഉണ്ടാകണം, അതാ ദൈവത്തിന്റെ ആഗ്രഹം. but God's desire is that all should have faith. പക്ഷെ യാഥാർത്ഥ്യത്തിൽ എല്ലാവർക്കും വിശ്വാസം ഇല്ല. In reality many doesn't have. എന്നിട്ട് അതിന് ഓപ്ഷൻ പറയുക. Then he gives an option എന്നാ ചെയ്യണം അന്നേരം? what to do. രണ്ടാമത് പറയുക, എല്ലാവർക്കും വിശ്വാസമില്ല, പക്ഷെ കർത്താവ് വിശ്വസ്തനാണ്. Many doesn't have faith, but God is faithful. എന്തുകൊണ്ട് കർത്താവ് വിശ്വസ്തനാണ്? അടുത്ത് നോക്കുക. Why God is അവിടുന്ന് faithful? നിങ്ങളെ ശക്തിപ്പെടുത്തുക. He will strengthen you. Hallelujah. അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും. He will strengthen you. ഹല്ലേലൂയ. അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന്
കാത്തുകൊള്ളുകയും ചെയ്യും. He will strengthen you and he will guard you from evil. വിശ്വാസം ഇല്ലാത്തതിനെയും അവിശ്വാസം ഉള്ളതിനെയൊക്കെ തപ്പി നടക്കുന്ന ഒരുത്തനാ ഈ ദുഷ്ടൻ. The evil one who's looking after the faith and the faithless. തപ്പി നടക്കുക ഈ ദുഷ്ടൻ. He's looking for them. പക്ഷേ ഈ ദുഷ്ടനിൽ നിന്ന് കർത്താവ് നിങ്ങളെ കാത്തുകൊള്ളുകയും But God will protect you from this evil. അപ്പൊ ആദ്യമേ കർത്താവ് പറയുകയാണ് എല്ലാവർക്കും വിശ്വാസമില്ല. All doesn't have faith. എന്നിട്ട് കർത്താവ് പറയാ പേടിക്കണ്ട. Then he said, don't worry. സാരമില്ല. Doesn't matter. കർത്താവിന് നമ്മളെ അറിയാം. But God knows കാരണം us. നമുക്ക് തുല്യമായി സകലത്തിലൂടെ കടന്നു പോയവനാ അവിടുന്ന്. Because he has gone through all the things which we have undergone. Yes. എപ്പം വീഴും എപ്പം വാഴും ഇതൊക്കെ കർത്താവിന് അറിയാം. He knows when we fall and when we get up. ഹല്ലേലൂയ. എല്ലാം കർത്താവിന് നന്നായിട്ട് He അറിയാം. knows in and out of us. അതുകൊണ്ടാണ് ശക്തിപ്പെടുത്തുന്നത്. That's why he has to strengthen us. ഈ 2020 മുഴുവൻ നോക്കി All throughout 2020. You look at പിടിച്ചു it. നിന്നത് കർത്താവ് ശക്തിപ്പെടുത്തി. It's only because he has strengthened us. സത്യം പറയട്ടെ, That's the reality. ഫിനാൻഷ്യൽ മേഖല ആയിക്കോട്ടെ, Even in the area of finances, ആരോഗ്യമായിക്കോട്ടെ, in health, ഫാമിലി റിലേറ്റഡ് ആയിക്കോട്ടെ, in family relations, ജോലി സ്ഥലത്തായിക്കോട്ടെ, in job places. സത്യം പറ. ഇങ്ങോട്ട് നോക്കി എന്റെ ഫേസിലോട്ട് Look at us. സത്യം പറ. പിടിച്ചു നിന്നത് The truth, കർത്താവ് the ശക്തിപ്പെടുത്തി. truth is because he strengthened you. ദൈവിക വിശ്വസ്തതയ്ക്ക് അകത്തുന്ന ഈ എനേബിളിംഗ് അല്ലെങ്കിൽ സ്ട്രെങ്തനിങ് വരുന്നേ Your faith comes out of the faithfulness of Jesus. ഈ ദൈവിക വിശ്വസ്തതയ്ക്ക് അകത്തുനിന്ന് ഈ കർത്താവിന്റെ ശക്തിപ്പെടുത്തൽ വരുന്നേ. It's out of the faithfulness of God the strength comes. ആദ്യം പറയും വിശ്വാസം എല്ലാവർക്കും ഇല്ല. All doesn't have faith. എന്നിട്ട് തട്ടിവെച്ച് പറയാ പേടിക്കണ്ട. And then he said, don't worry. എന്തുകൊണ്ടാ പേടിക്കണ്ടാത്തെ? Why? വിശ്വാസം ഇല്ലേ പേടിക്കണ്ടേ? Because if you don't have faith, you have to be worried. You have to be fearful. You have to be fearful. Do not be afraid. Hallelujah. വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പേടിക്കണ്ട. Don't worry. കർത്താവ് വിശ്വസ്തനാണ്. Because he is faithful. എന്നതിനാ വിശ്വസ്തൻ? In what? അടുത്ത വാക്ക് പറയാ, അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തും. He will strengthen you. ഒന്ന് കരമുയർത്തി പറഞ്ഞ് അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തും. He will strengthen me. അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തി. He will strengthen me. ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. He's keeping on doing that. ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. He's keeping on strengthening നാളെയും me. അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തും. Even tomorrow also you'll do that. ഒരു സ്ഥലത്ത് പോലും തലകുനിക്കാൻ ഇടവരില്ല. Not in even one area will make you bend your. കഴിഞ്ഞ വർഷം ഇടവരുത്തിയില്ലല്ലോ. 2020 he didn't do that. 2021 ഇടവരുത്തത്തില്ല. Then even 2021 will ഈ never do that. കാര്യത്തിൽ ദൈവം In വിശ്വസ്തനാണ്. that matter he is faithful. ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ ദൈവം In the വിശ്വസ്തനാണ്. matter of strengthening he is faithful. എന്നിട്ട് അടുത്ത പറയും അവിടെ നിങ്ങളെ ശക്തിപ്പെടുത്തും. He will strengthen you. ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളുകയും He ചെയ്യും. will guard you from evil men. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ദുഷ്ടന്റെ കയ്യിൽ നിന്ന് കാത്തുകൊള്ളൂ എന്ന് പറഞ്ഞ എന്നാ അതിന്റെ അർത്ഥം? When he says that he will guard you from evil, what does it mean? കർത്താവല്ല യുദ്ധം ചെയ്യുന്നത്. God is the one who fights. നമ്മളാ യുദ്ധം ചെയ്യുന്നത്. We are fighting. നമ്മളാ നിൽക്കുന്നേ. We are standing. ദുഷ്ടൻ വരുന്നത് നമുക്ക് കർത്താവിന്റെ നേരെ ഒരു ദുഷ്ടനും ഇല്ല. Because the evil people come against us. It's not against God. ഈവിൾ പീപ്പിൾ ആയാലും ഈവിൾ ആയാലും Against evil people or evil. നമ്മുടെ നേരെ വരുന്നേ. It comes against us. കർത്താവല്ല മാറ്റുന്നേ. God is not the one who is removing it. കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തും. But he strengthens us. Within the sin situation, God will enable you or God will strengthen you. ആ സാഹചര്യത്തിന്റെ നടുവിൽ ദൈവം നിങ്ങളെ ശക്തീകരിക്കും. നമ്മൾ പറയുന്നത് കർത്താവേ രക്ഷിക്കണേന്നാ. We say God save us. കർത്താവ് പറയുന്നത് But God says ഞാൻ നിന്നെ ശക്തിപ്പെടുത്തി I will strengthen you നീ ജയാളിയായി പുറത്തു വാ. and he will come out victorious. ഹല്ലേലൂയ. Hallelujah. അതാ പൗലോസ് ലീ പറയുന്നത്. Yes. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം അല്ലേ? Yes. I can do all things. To Christ who strengthens me. എങ്ങനെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുന്നു? How can I do all things? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. It's through Christ who strengthens എന്റെ me. പ്രിയ സഹോദരങ്ങളെ ഉള്ള യാഥാർത്ഥ്യം പറയട്ടെ. That's the reality, my dear friends. ഇതാണ് സത്യം. That's the truth. ഇതൊന്ന് വിശ്വസിച്ചേ. Just believe it. ഇതൊന്ന് അംഗീകരിച്ചേ. Just receive it. 2021 മുഴുവൻ നീളുന്ന ഒരു ദൈവിക വിശ്വസ്തത കൊണ്ട് നിങ്ങളുടെ മുറികൾ വീടുകൾ നിറയട്ടെ. Hallelujah. Let 2021 enter all the faithfulness of God enter into your house. Hallelujah. Hallelujah. വീടിനകത്തേക്ക് അത് ഇറങ്ങട്ടെ. Let it come into your houses. Hallelujah. Hallelujah. Hallelujah.
Hallelujah. ഒരു കാര്യത്തിലും സംശയമില്ലാതെ ഒന്ന് വിശ്വസിച്ചു. Without any doubt, you just believe this. കർത്താവിന്റെ സ്നേഹം നയിക്കട്ടെ നമ്മെ. Let the love of God lead us and guide us. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സ്ട്രെങ്തനിങ് കപ്പാസിറ്റി വരികയാണ്. When we are speaking this, the strengthening capacity is coming. In the midst of all this pandemic COVID-19 situation, ഈ കൊറോണയുടെ ഈ സമയത്ത്, ഈ ഒരു സിറ്റുവേഷന്റെ നടുവിലും, in the midst of these situations, the faithfulness of God is surrounding you. ദൈവത്തിന്റെ വിശ്വസ്തത നിങ്ങളെ വലയം വെച്ചിരിക്കുന്നു. അത് വലയം വെച്ചേക്കുക. It is surrounding you. You are under the coverage of the faithfulness of God. നിങ്ങൾ ദൈവത്തിന്റെ ഈ ശക്തീകരിക്കുന്ന അകത്താണ്. ആ വലയത്തിനകത്താ. You are inside the covering of the ആ strength. വലയത്തിനകത്താ ഞാൻ ഉള്ളത്. I am inside that covering. ഓരോ സമയത്ത് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. Every time He is strengthening you. ഓരോ മിനിറ്റിലും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. Every minute He is strengthening you. അധർമ്മികളായ മനുഷ്യരുടെ മുമ്പിൽ നിന്ന്, Even from evil men, ദുഷ്ടരായ മനുഷ്യരുടെ മുമ്പിൽ from നിന്ന്. pernicious men. ഹല്ലേലൂയ. Hallelujah. പിന്നെ വിശദീകരിക്കുമ്പോൾ താഴോട്ട് പറയുകയാണ്, ശക്തിപ്പെടുത്തി ദുഷ്ടരിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളും. And He said He strengthen you and He will guard you from evil men. നിങ്ങളെ സംബന്ധിച്ചാകട്ടെ ഞങ്ങൾ കൽപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നിവർത്തിച്ചുകൊണ്ടെന്ന് ഇനിയും നിവർത്തിക്കുമെന്ന് കർത്താവിൽ ദൃഢമായ വിശ്വാസമുണ്ട്. And we have confidence about you in the Lord that you are doing and will continue to do just as we have instructed. You are doing and you will continue doing it. Hallelujah. നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഇനി നിങ്ങൾ ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്നാ കാര്യം? Because the strengthening of God is there. Hallelujah. കാരണം ഉറപ്പ് നഷ്ടപ്പെടാനാ സാധ്യത. കാരണം ഇവർക്ക് ആർക്കും വിശ്വാസമില്ല. Because those people doesn't have faith, so they can അങ്ങനെ മൂന്നാമത്തെ വാക്യം, കാരണം എല്ലാവർക്കും വിശ്വാസമില്ല. All doesn't have faith. അപ്പൊ ചിലത് ഇനി ചെയ്യത്തില്ല എന്നാ ചിന്തിക്കണ്ടേ? Some people think that God is not going to do that. അല്ലല്ല, അവര് ചെയ്യത്തില്ലെന്ന്. Those people. എല്ലാവർക്കും വിശ്വാസം ഇല്ലല്ലോ. All doesn't have faith. മൂന്നാം വാക്യം തുടങ്ങിയപ്പോ നോക്കിയേ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം തുടങ്ങി പറഞ്ഞു, കാരണം എല്ലാവർക്കും വിശ്വാസം ഇല്ലല്ലോ. All doesn't have faith. He started with that. എന്ന് 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, Then 4th verse he says, നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ഇനിയും നിവർത്തിക്കുമെന്നും കർത്താവിൽ ഞങ്ങൾക്ക് ദൃഢമായ നിശ്ചയമുണ്ട്. that you are doing and will continue to do. ഞങ്ങൾ കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ഇനിയും നിവർത്തിക്കുമെന്നും ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. We have confidence about you in the Lord that you are doing and will continue to do. ഞാൻ ചോദിക്കുന്ന അതാ ഡോക്ടറെ, ഈ ഒരു വിശ്വാസം ഇല്ലാത്ത ഇവരെയും കൊണ്ട് എങ്ങനെയാണ് നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും നാളെ നിവർത്തിക്കുമെന്ന് എന്നാ ഉറപ്പ്? What is the guarantee that those people who doesn't have faith that they will continue and keep on continuing doing that? അവർക്ക് വിശ്വാസം ഇല്ലെന്ന് 3-ാം വാക്യത്തിൽ പറയുക. Because the verse 3 says they doesn't have faith. എന്നിട്ട് പറയുക അവര് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി ചെയ്യുകയും ചെയ്യുമെന്ന്. They're doing and they'll continue to do it. ഒന്നുകൂടെ വായിക്കാം 3-ാമത്തെ വാക്യം. നിങ്ങളെ സംബന്ധിച്ചാകട്ടെ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങൾ നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ഇനിയും നിവർത്തിക്കുമെന്ന് കർത്താവിൽ ഞങ്ങൾക്ക് ദൃഢമായ വിശ്വാസമുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ക്രിസ്തു നൽകുന്ന ധൈര്യത്തിലേക്കും കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ നയിക്കട്ടെ. And we have confidence about you in the Lord that you are doing and will continue to do just as we have instructed. And may the Lord direct your hearts in the charity of God. May the Lord direct your heart. Hallelujah. That's the secret. Yes. കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ നയിക്കട്ടെ. May the Lord direct your hearts. He is directing your heart. കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുക. The Lord is directing your hearts. അതുകൊണ്ടാണ് നിവർത്തിക്കുന്നത്. That's the reason why you can do it. നിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നാളെ നിവർത്തിക്കും. You'll do and you'll continue to do it. എന്നാ ഉറപ്പ്? What's the guarantee? വിശ്വാസം ഇല്ലാത്തവരാ? Because they didn't have faith. 3-ന്റെ 3 വിശ്വാസമില്ല. In verse 3 and 3 he said no faith. 3-ന്റെ 4 പറയുന്നു നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. And 4th verse he said they are doing it. 4 അവസാനിക്ക് പറയുന്നു നിവർത്തിച്ചുകൊണ്ടേയിരിക്കും. And continue to do it. എന്നാ കാര്യം? What is the reason? ഒറ്റ കാര്യമുള്ളൂ. There's only one reason. ഒറ്റ കാര്യമുള്ളൂ. അത് ഞാൻ ആവർത്തിച്ചു വായിക്കാം. എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്. Because God is faithful. ആവർത്തിച്ചു പറഞ്ഞു, എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്. God is faithful. എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്. Because God is faithful. മറന്നേ ആ കർത്താവിന്റെ വിശ്വസ്തതയ്ക്ക് അകത്തോട്ട് കയറി മറന്നേ. Enter into the faithfulness of God. കയറി ഒളിച്ചേ അതിന്റെ അകത്തോട്ട്. Hide in the faithfulness of God. അതിന്റെ അകത്തോട്ട് അങ്ങ് മറഞ്ഞേ. Just hide in the faithfulness of God. Dwelling place ആക്കി കർത്താവിന്റെ ഫെയ്ത്ത്ഫുൾനെസ്സിനെ ഒന്ന് കണ്ടേ. Make the faithfulness of God the secret hiding place. Hallelujah. Hallelujah. ഞാൻ ചെയ്യാനുള്ള കാര്യം മുഴുവൻ നിവർത്തിക്കാൻ ഈ ആണ്ടിൽ എനിക്ക് കഴിയും. What all things I want to do, I can do it. ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് പ്രസന്റാ. What you are doing is present. ചെയ്യും, അത് ഫ്യൂച്ചറാ. You will do it. It's a future. ചെയ്തു കഴിഞ്ഞു, അത് പാസ്റ്റാ. What you have done is the past. പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും. Past, present and future. ഭൂതകാലത്തിലും ആ വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും എനിക്ക് കഴിയും. കാരണം മേളി പറഞ്ഞു കഴിഞ്ഞു,
എനിക്ക് വിശ്വാസം ഇല്ല, അത് സത്യമാണ്. പക്ഷേ കർത്താവ് I വിശ്വസ്തനാണ്. can do it in the past, present, and future. Why? How he said that you are no faith. 2020 നിങ്ങൾ പിടിച്ചു നിന്നു. 2020, you stood it. 2021 നിങ്ങൾ നിലനിൽക്കുക തന്നെ ചെയ്യും. Even 2021, you will be there. ഭീകരമായത് തേടി വന്നാലും ഉറച്ചു നിൽക്കും. Whatever things come against you, you will stand there. നിങ്ങളുടെ വിശ്വാസത്തിന് ഒരു ക്ഷീണവും സംഭവിക്കത്തില്ല. Nothing will happen to your faith. വെട്ടിയിട്ടടത്തുനിന്ന് പൊട്ടിക്കിളിക്കുന്ന മുള പോലെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു കയറും. Your faith will keep on increasing and increasing. കാരണം നിങ്ങളുടെ വിശ്വാസം ഇരിക്കുന്ന നിങ്ങളിലല്ല. Because your faith doesn't lie in എന്റെ you. വിശ്വാസം ഇരിക്കുന്ന എന്നിലല്ല. My faith doesn't lie എന്റെ in ഫെയ്ത്ത് me. ഇരിക്കുന്നത് ഫെയ്ത്ത്ഫുൾനെസ്സിനകത്ത്. My faith lies in the faithfulness of കർത്താവിന്റെ God. വിശ്വസ്തതയ്ക്കകത്ത് എന്റെ വിശ്വാസം My ഇരിക്കുന്നത്. faith lies in the faithfulness of God. ചെയ്തു, Yes, ചെയ്തുകൊണ്ടിരിക്കുന്നു, is done doing, നാളെ ചെയ്യും. and He will do it. കർത്താവിന്റെ വിശ്വസ്തത. The faithfulness of God will do it. ദൈവത്തിൽ 5-ാമത്തെ വാക്യം നോക്ക്. ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ക്രിസ്തു നൽകുന്ന സ്വധൈര്യത്തിലേക്കും കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ നയിക്കുമാറാകട്ടെ. Verse 5 says, and may the Lord direct your hearts to the charity of God and with the patience of Christ. ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും To the love of God ക്രിസ്തു നൽകുന്ന സ്വധൈര്യത്തിലേക്കും. and with the patience of God. ആ രണ്ടാമത്തെ ക്രിസ്തു നൽകുന്ന സ്വധൈര്യത്തിലേക്ക്. Hallelujah. അത് ആ ധൈര്യമാ. That enabling, that courage is the reason why we are standing and why we have to face and why we will defend all this and we will overcome the situation. Hallelujah. ഏത് സാഹചര്യത്തെയും മറികടക്കാൻ ആ ദൈവത്തിന് ധൈര്യമാണ്. Hallelujah. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ ധൈര്യം സ്വീകരിക്കാൻ, ഈ ഒരു പദം ഒന്ന് സ്വീകരിക്കാൻ വേണ്ടി കർത്താവ് ക്രിസ്തു നൽകുന്ന സ്വധൈര്യത്തെ സ്വീകരിക്കുക. Hallelujah. സ്ഥൈര്യത്തിലേക്ക്, ക്രിസ്തു നൽകുന്ന സ്ഥൈര്യത്തിലേക്ക് വരിക, ക്രിസ്തു നൽകുന്ന ധൈര്യത്തിലേക്ക് വരിക. Yes, exactly. Enter into the patience of Christ. അത് 5-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നത്. ക്രിസ്തു നൽകുന്ന ധൈര്യത്തിലേക്ക് കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലും ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തീർക്കുമാറാകട്ടെ. Hallelujah. Yeah, verse 5. And may the Lord direct your hearts ദൈവത്തിന്റെ with സ്നേഹത്തിലേക്ക്, the charity of God and with the patience of Christ. ക്രിസ്തു നൽകുന്ന ധൈര്യത്തിലേക്ക്, Hallelujah. ക്രിസ്തു നൽകുന്ന സ്വധൈര്യത്തിലേക്ക്. ക്രിസ്തു ഒന്ന് പറഞ്ഞേ, കരമുയർത്തി ഒന്ന് പറഞ്ഞേ, ക്രിസ്തു നൽകുന്ന സ്വധൈര്യത്തിലേക്ക്. The love of God and the patience of Christ. ക്രിസ്തു നൽകുന്ന സ്വധൈര്യത്തിലേക്ക്. Hallelujah. ക്രിസ്തു നൽകുന്ന സ്വധൈര്യത്തിലേക്ക്, The charity of God സ്ഥൈര്യത്തിലേക്ക്, and the patience of Christ. ക്രിസ്തു നൽകുന്ന സ്ഥൈര്യത്തിലേക്ക്. Hallelujah. അതിലേക്കുള്ള ഒരു കുതിച്ചുകയറ്റം. Yes, you have to enter into that. That boldness ആണ്. Yes. ക്രിസ്തു നൽകുന്ന ആ ധൈര്യത്തിലേക്കുള്ള ഒരു എൻട്രിങ്. Yes, the boldness we get out when you enter into the patience of Christ. നമുക്ക് ഏതാനും ചില മിനിറ്റുകൾക്കകത്ത് 2020 ബൈ ബൈ പറയും. 2020 is going to say goodbye. എവിടാ നിൽക്കുന്നേ? Where are you standing? നിങ്ങളുടെ വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. Are you standing on your faith? ആണെങ്കിൽ 3:3 ഞാൻ ഒന്നുകൂടെ വായിക്കും. And then we'll read again 3 and 3. വിശ്വാസം എല്ലാവർക്കും ഇല്ല. All doesn't have faith. ചാച്ചനുള്ള വിശ്വാസം മോക്കില്ലല്ലോ. The father's faith you doesn't have. മോൾക്കുള്ള വിശ്വാസം അച്ഛനില്ലല്ലോ. The daughter's faith the father doesn't have. എന്റെ ബ്രദറെ ഒന്നുകൂടെ പറ, ഞങ്ങളുടെ വീട്ടിൽ ഒരുത്തനും വിശ്വാസമില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. ആരാ പറയും? Somebody is saying no one has faith except me, the family. എനിക്ക് മാത്രമേ വിശ്വാസമുള്ളൂ. Only I have the faith. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം But പറയുന്നത്. God's verse says വിശ്വാസം എല്ലാവർക്കും ഇല്ല. all doesn't have faith. പക്ഷേ But വിശ്വാസം ഇല്ലാത്ത നിങ്ങളുടെ വീട്ടിൽ even in your house where there is no faith, അത്ഭുതം നടക്കും. the miracles can occur there. എങ്ങനെ അത്ഭുതം നടക്കും? How the miracles can occur? എങ്ങനെ അത്ഭുതം നടക്കും? How the miracles can അതാണ് occur? ദൈവത്തിന്റെ വചനം പറയുന്നത്. കർത്താവ് വിശ്വസ്തൻ. Because God is faithful. ഓ അങ്ങോട്ട് മറഞ്ഞു, അങ്ങോട്ട് Hallelujah. അങ്ങോട്ട് Receive it. കേർന്ന് പറഞ്ഞു, കർത്താവേ അങ്ങ് Stand വിശ്വസ്തനാണ്. on it and say God is കർത്താവേ അങ്ങ് faithful. വിശ്വസ്തനാണ്. God you are ഓ faithful. ഗോഡ് യു ആർ ഫെയ്ത്ത്ഫുൾ. Oh അങ്ങ് വിശ്വസ്തനാണ്. കർത്താവേ അങ്ങ് You വിശ്വസ്തനാണ്. are faithful, oh പറഞ്ഞു God. പറഞ്ഞു 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 സ്വീകരിച്ച കർത്താവേ അങ്ങ് വിശ്വസ്തനാണ്. Oh God you are faithful. അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി. I thank you for your faithfulness. എനിക്ക് 2021 കംപ്ലീറ്റ്ലി ഡോക്ടറെ എനിക്ക് മറയാനും എന്നെ തന്നെ മൂടാനും ഇഷ്ടമുള്ളത് ഈ ദൈവിക വിശ്വസ്തതയ്ക്ക്. Hallelujah. In the 2021 I would like to just be kept hiding in the faithfulness of God. അതിനകത്ത് രണ്ട് കാര്യം ഞാൻ കാണുകയാണ്. Inside it there are two things. ഒന്ന് ശക്തിപ്പെടുത്തല. One there is strengthening. രണ്ടാമത്തത് ഒരു ദുഷ്ടനും തൊടാൻ കഴിയാത്ത തരത്തിൽ കാത്തുകൊള്ളും. He will guard you from all evil. ഒരു ഈവിളിനും No evil തൊടാൻ കഴിയാത്ത തരത്തിൽ can കാത്തുകൊള്ളും. touch you because he is guarding you. ഒരു ഈവിളിനും തൊടാൻ കഴിയാത്ത തരത്തിൽ കാത്തുകൊള്ളും. No evil can touch you because he guards you. ഞാൻ ഉറപ്പിച്ചു പറയാ സഹോദരങ്ങളെ, Hallelujah.
കർത്താവിന്റെ വിശ്വസ്തതയ്ക്കകത്ത് ഇത് രണ്ടും സ്വീകരിക്കാൻ നമുക്ക്. Because inside the faithfulness of God, you can receive these two. ഇത് രണ്ടും നമുക്ക് വിശ്വാസത്താൽ സ്വീകരിക്കാം. Let's by faith receive these two. ഹല്ലേലൂയ. മൂന്നാമത്തെ നമ്മൾ കണ്ടത് കർത്താവിന്റെ സ്ഥൈര്യം. The patience of Christ is the third thing. കർത്താവിന്റെ സഹിഷ്ണുത. The patience of Christ. അതിനെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി പോകും. We are going to receive it. സോ ചില മിനിറ്റുകളൂടെ ഏതാണ്ട് 15-20 മിനിറ്റിനകത്ത് 2020 നമ്മെ വിട്ട് കടന്നു പോകും. In 15 minutes time 2020 is നമ്മൾ സ്തുതിക്കാൻ പോവാ. We are going to give thanks to the Lord. അധരം തുറന്ന് കർത്താവിനെ സ്തുതിക്കാൻ പോവാ. We are going to give thanks to the Lord. പരിധിയില്ലാതെ ദൈവത്തിന് നന്ദി പറയാൻ We പോവാ. are going to give thanks to the Lord. എത്രയോ നന്ദി പറയാൻ പറ്റുന്ന അത്രയും നന്ദി പറഞ്ഞോണം. As much as you give thanks. അന്നേരം എന്നാ ചെയ്യുന്നറിയോ? മുമ്പേ പാടിയതുപോലെ പർവ്വതം മാറിയേക്കാം, Mountains കുന്നുകൾ നീങ്ങിയേക്കാം, പക്ഷേ മാറാതെ മറയാതെ ഒന്ന് തലയുടെ മേളിൽ നിപ്പുണ്ട് കർത്താവിന്റെ വിശ്വസ്തത. The mountains may move, the valleys may move, but there's one thing that remains and stands forever. It's the faithfulness of God. ഈ സിറ്റുവേഷനിൽ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരിക്കാം. No one has maybe looked back. അല്ല, ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങളെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരിക്കാം. When this pandemic situation, when no one would have looked at you. പക്ഷേ കർത്താവ് തിരിഞ്ഞു നോക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തില്ലേ? But God looked at you and He strengthened you. അല്ലെങ്കിൽ എങ്ങനെ ഈ ഡിസംബർ 31 എത്തി? How could have come up to December 31st? നിങ്ങൾ പറയുന്നു ഞാൻ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോയി. You are saying that I have gone through many crises. കർത്താവ് ശക്തിപ്പെടുത്തിയില്ലായിരുന്നോ? Didn't He strengthen you? കർത്താവ് ശക്തിപ്പെടുത്തിയില്ലായിരുന്നോ? Didn't He strengthen you? പെടുത്തിയായിരുന്നു. Yes, He did it. പെടുത്തിയായിരുന്നു. He did it. കർത്താവ് ശക്തിപ്പെടുത്തിയായിരുന്നു. God strengthened you. കർത്താവ് ശക്തിപ്പെടുത്തിയായിരുന്നു. God strengthened you. That's the truth. യേശു ശക്തിപ്പെടുത്തിയായിരുന്നു. Jesus strengthened you. കർത്താവിന്റെ സ്ഥൈര്യം പകർന്നായിരുന്നു. Hallelujah. അറിഞ്ഞില്ല ഞാൻ ചിന്തിച്ച എന്റെ വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്നാ. I thought I was standing in my faith. പക്ഷേ എനിക്ക് മനസ്സിലായി no not at all. But now I realized no that's not the reason. ഞാൻ എന്റെ വിശ്വാസത്തിലല്ല നിന്നെ. I was not standing on my faith. എന്നെ ഒരാൾ ശക്തിപ്പെടുത്തുന്നു. One was strengthening me. ആരോ പകരുന്നല്ലോ പുതുശക്തി. Someone was giving me the strength. എന്റെ വിശ്വാസ ചിറകുകളിൽ വാഗ്ദത്ത വചനത്തിൻ തൂവലുകൾ ഒന്നിനോടൊന്നായി ചേരുന്നല്ലോ. Hallelujah. ആരോ പകരുന്നല്ലോ പുതിയ ശക്തി. Someone is giving me the strength. വിശ്വാസ ചിറകുകളിൽ. Through the wings of faith. Hallelujah. You want to sing? Hallelujah. ആരോ പകരുന്നല്ലോ പുതുശക്തി എന്റെ വിശ്വാസ ചിറകുകളിൽ. ആരോ പകരുന്നല്ലോ പുതുശക്തി എന്റെ വിശ്വാസ ചിറകുകളിൽ. വാഗ്ദത്ത വചനത്തിൻ തൂവലുകൾ ഒന്നിനോടൊന്നായി ചേരുന്നല്ലോ. വാഗ്ദത്ത വചനത്തിൻ തൂവലുകൾ ഒന്നിനോടൊന്നായി ചേരുന്നല്ലോ. യേശു പകരുന്നല്ലോ പുതുശക്തി എന്റെ വിശ്വാസ ചിറകുകളിൽ. അതാ സത്യം. Hallelujah. വിശ്വാസത്തിന്റെ ചിറകുകളിലേക്ക് കർത്താവ് ശക്തി പകരുക. He is giving his strength into the wings of your faith. ഒളിച്ചോ ഇന്നങ്ങ് പൂർണ്ണമായിട്ട് കർത്താവിന്റെ വിശ്വാസത്തോടങ്ങ് മറഞ്ഞു. Enter into the faithfulness of God and hide there. ഒളിച്ചോ Hide in the faithfulness of God. അതിനകത്ത് വിടുവിക്കുന്ന വിശ്വസ്തതയുണ്ട്. Oh, inside there is ശക്തിപ്പെടുത്തുന്ന ബലമുണ്ട്. Strengthening is there. സ്വീകരിക്കാൻ മനസ്സൊരുക്കമുള്ള എല്ലാവരും സ്തുതിക്കാൻ തുടങ്ങിക്കോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കാൻ തുടങ്ങിയോ. ഞാനിപ്പോ കാണുന്ന ഒരു കാഴ്ച പറയട്ടെ. ഈ ദർശനം ഒന്ന് സ്വീകരിക്കുക. See that vision that I'm seeing. മഞ്ഞ് എങ്ങനെയാണോ പെയ്തിറങ്ങുന്നത്, as a dew comes down, ഒരു പേമാരി എങ്ങനെയാണോ how പെയ്തിറങ്ങുന്നത്, heavy rain comes down, അതുപോലെ കർത്താവിന്റെ വിശ്വസ്തത. like that the faithfulness of God. 2021 മുഴുവൻ 12 മാസവും 2020 ജയാളിയായി ജീവിക്കാൻ വേണ്ടിയുള്ള. So he's strengthening you to be 12 months, even the 12 months, 365 days, 365 days, and all the hours of this year. എല്ലാ സമയത്തും The abundance of the faithfulness of God. Hallelujah. ദൈവത്തിന്റെ വിശ്വസ്തത, കർത്താവിന്റെ വിശ്വസ്തതയുടെ മഹാപെരുപ്പം. Hallelujah. The faithfulness, the അത് abundance of വ്യാപിക്കുന്ന faithfulness സമയമാണ്. is just flowing in. അത് വ്യാപിക്കുന്ന സമയമാണ്. Hallelujah. ഇത് താഴോട്ടുള്ള ഒന്നും വായിക്കണ്ട ഡോക്ടർ. ജസ്റ്റ് ഈ ഒരു 3 കാര്യത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. Yes, let's focus on the 3 things. എല്ലാവർക്കും വിശ്വാസമില്ല. All doesn't have faith. That is a present reality. അതാണ് യാഥാർത്ഥ്യം. പക്ഷേ സാരമില്ല. But doesn't matter. വിശ്വാസമില്ലാത്തവരെല്ലാം
എല്ലാവരും കർത്താവ് ഉപേക്ഷിക്കുകയാണോ? God doesn't forsake anyone who doesn't have faith. റോമൻ 3:3 എന്താ പറയുന്നത്? റോമൻസ് 3:3 എന്താ പറയുന്നത്? റോമൻസ് 3:3 അവരിൽ ചിലർ അവിശ്വസിച്ചെങ്കിൽ എന്ത്? റോമൻസ് 3:3 ഞാൻ വായിക്കുന്നത്. റോമ 3:3 Romans 3:3 അവരിൽ ചിലർ അവിശ്വസിച്ചെങ്കിൽ എന്ത്? Among them if some അവരുടെ അവിശ്വസ്തത ദൈവത്തിന്റെ വിശ്വസ്തതയെ ഇല്ലാതാക്കുമോ? Hallelujah. ഒരിക്കലുമില്ല. Never. അടുത്ത വാക്കായി ഇനി ശ്രദ്ധിക്കണ്ടേ. If some doesn't believe, that doesn't nullify the faithfulness of God. It will never nullify the faithfulness of God. Hallelujah. ഒന്നുകൂടെ വായിക്കാം. റോമ 3:3 ചിലർ അവിശ്വസിച്ചെങ്കിൽ എന്ത്? If some doesn't believe in him, എല്ലാരും വിശ്വസിക്കണം. അതാ ദൈവത്തിന്റെ ആഗ്രഹം. God wants everyone should believe. പക്ഷെ ആഗ്രഹത്തിലേക്ക് എല്ലാരും എത്തിയിട്ടില്ല. Everyone has not come up to that. ചിലർ അവിശ്വസിച്ചെങ്കിൽ എന്ത്? അവരുടെ അവിശ്വസ്തത ദൈവത്തിന്റെ വിശ്വസ്തത ഇല്ലാതാക്കുമോ? Hallelujah. ക്വസ്റ്റ്യനാ. There's a question there. എന്നിട്ട് പൗലോസ്ലീഹന്റെ 4-ാം വാക്യത്തിൽ ഉത്തരം പറയാ. റോമ 3:4 വായിക്കണേ. Romans 3:4 ഒരിക്കലുമില്ല. Nevertheless. Nevertheless. ഒരിക്കലുമില്ല. Nevertheless. എല്ലാ മനുഷ്യരും വ്യാജം പറയുന്നവരായാലും ദൈവം സത്യവാനാണ്. But God is faithful. അപ്പൊ എനിക്ക് വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ ഒരുത്തൻ പറയും എനിക്ക് വിശ്വാസം ഇല്ല എന്നോടൊന്നും പറയരുതെന്ന് പറഞ്ഞാൽ കർത്താവ് പറയും ചുമ്മാ വ്യാജം പറയാതെ. If some say I doesn't have faith, God said no, don't say that. എന്റെ വിശ്വസ്തതയാ നിന്റെ വിശ്വാസമായിട്ട് നിന്നിലുള്ളത്. Because my faithfulness is the faith that's inside you. എന്റെ വിശ്വസ്തത നിന്നിൽ വിശ്വാസമായി പരിണമിച്ചിരിക്കുന്നതുകൊണ്ട് നീ എപ്പോഴാ വിശ്വസ്തയെന്ന് പോലും നീ അറിയുന്നില്ല. My faithfulness has come as faith inside you, but you doesn't know that. And now you are saying I don't believe in. നിങ്ങൾ ഇപ്പോൾ പറയുന്നത് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ വചനം പറയും വെറുതെ കള്ളം പറയില്ല. But the word of God says don't, he's a lying. അവൻ പറഞ്ഞ സത്യമായി എനിക്ക് വിശ്വാസമില്ല. He said I doesn't have faith. പക്ഷേ ദൈവത്തിന്റെ വചനം പറയാം മനുഷ്യൻ കള്ളം പറയുക. But the word of God says man is lying. എനിക്ക് വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ കള്ളമാവുന്നേ? How can it be that if I say that I didn't have faith, it's a lie? എനിക്ക് വിശ്വാസം ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയാ കള്ളമാവുന്നേ? If I say I didn't have faith, how can it be a lie? അതാ അതിന്റെ കാര്യം പറയുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുന്നില്ല. Hello, the faithfulness of God doesn't move. എന്ന് പറഞ്ഞാൽ നിന്റെ വിശ്വാസത്തെ കർത്താവിന്റെ വിശ്വസ്തത പൊതിഞ്ഞു പിടിച്ചിരിക്കുക. Hallelujah. Your faithfulness of God is covering your faith. Hallelujah. അതുകൊണ്ടാണ് ശിഷ്യന്മാര് കർത്താവിന്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞിട്ട് ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചത്. That's the reason why the disciples came and asked Jesus, increase our faith. അങ്ങേക്ക് ഇത് പറ്റുള്ളൂ. Only you can do that. കാരണം അങ്ങയുടെ വിശ്വസ്തതയ്ക്കകത്താ ഞങ്ങളുടെ വിശ്വാസം ഇരിക്കുന്നത്. It's inside your faithfulness. മിണ്ടിക്കെ വായി തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ. Hallelujah. Hallelujah. ഇന്ന് 8 മിനിറ്റ് 8 minutes more. പോവാ 2020 പോവാ. 2020 is going to say goodbye. ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ആ റീജിയനിലൊക്കെ ഉള്ളവർക്കെല്ലാം കഴിഞ്ഞു. Those who are in the region of New Zealand, Australia, they are all. ഇന്ത്യക്കാർ ഇപ്പൊ പോവാ. India is going to enter. തൊട്ടടുത്ത് മിഡിൽ ഈസ്റ്റുകാർ പോകും. Then the Middle East will enter. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകും. And then goes up. അമേരിക്കയിൽ നിന്ന് ഈ ശുശ്രൂഷ വീക്ഷിക്കുന്നവരുണ്ട്. Those who are watching us from യൂറോപ്പിലേക്ക് ഈ വചനം കേൾക്കുന്നവരുണ്ട്. Those who are from Europe also watching us. ലോകമെമ്പാടും മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഈ വചനം കേൾക്കുന്നവരുണ്ട്. People from Middle East are watching എന്റെ us. സഹോദരങ്ങളെ ഏത് രാജ്യം നിങ്ങളായിക്കോട്ടെ, Wherever the place you are, എനിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞ് വെറുതെ കള്ളം പറയല്ലേ. don't say that you don't have faith. It's not a lie. നിങ്ങൾ കള്ളം പറയുന്നേ ആവുള്ളൂ. Because you are telling a lie. കാരണം കർത്താവിന്റെ വിശ്വസ്തത, ഓ യേശുവിന്റെ വിശ്വസ്തത, The faithfulness of God. ഇപ്പൊ മനസ്സിലായോ? Hallelujah. ഈ കയ്യിലിരിപ്പം വെച്ചോണ്ട് എങ്ങനെയാ 2021 പോകുന്നത്? How can you enter into 2021? എങ്ങനെയാ ദൈവമേ 2021 ഞാൻ പോകുന്നേ? You may asking, Lord, how I'm going to enter 2021? 2021 എന്താകും? What shall happen? ദൈവത്തിന്റെ വിശ്വസ്തത, It's the faithfulness of കർത്താവിന്റെ God. വിശ്വസ്തത. It's the faithfulness of God. കണ്ണടച്ച് വിളിച്ചോ, വിശ്വസ്തനായ ദൈവമേ. Oh God, call the വിളിക്ക് faithfulness of വിളിക്ക് God. വിശ്വസ്തനായ ദൈവമേ. Call the faithfulness of God. ഈ Hallelujah. 2020 എനിക്ക് വീട് വെക്കാൻ കാശില്ല. In 2020, I didn't have വസ്തു വാങ്ങാൻ എന്റെ കയ്യിൽ പണമില്ല. finances to buy a plot or a house. Yes. 100 ആവശ്യങ്ങൾ എന്റെ മുമ്പിലുണ്ട്. I had many
But I serve a God who is faithful. അതെ, പക്ഷെ ഞാൻ വിളിക്കുന്ന ഒരു ദൈവം വിശ്വസ്തനാണ്. ഞാൻ വിശ്വസ്തനായ ഒരു ദൈവത്തെ സേവിക്കുന്നു. I serve a God who is അത് faithful. വിശ്വസിക്കുന്നുണ്ടോ? Do you believe that? Do you believe that? കരമടിച്ചു തുടങ്ങിക്കോ. Do you believe that? ചാടി തുടങ്ങിക്കോ. Hallelujah. വിളിച്ചു പറഞ്ഞു തുടങ്ങിക്കോ. Hallelujah. ദൈവം വിശ്വസ്തൻ. God is faithful. നിങ്ങൾ എടുത്തു വെച്ച ഒരു പടിയിൽ പോലും എന്നാ തുടങ്ങി അത് പൊലിക്കും, അത് വർദ്ധിക്കും. അതിനകത്ത് നിങ്ങൾ ഐശ്വര്യം കാണും. അതിനകത്ത് നിങ്ങൾ ഐശ്വര്യം കാണും. അതിനകത്ത് നിങ്ങൾ ജയം കാണും. You'll find victory in the faithfulness of God. Hallelujah. You will be seeing the victory of God. കർത്താവിന്റെ വിശ്വസ്തതയെ നിങ്ങൾ കാണും. Enter in the faithfulness of God. മക്കളുടെ അനുഗ്രഹം ഞാൻ അനുഭവിക്കും. You will see the വീട്ടിലെ അനുഗ്രഹം ഞാൻ അനുഭവിക്കും. You see the increase in the The house. blessings of the children. Hallelujah. മക്കളുടെ അനുഗ്രഹം നിങ്ങൾ Yes, കാണും. the blessings of the children. മക്കളുടെ അനുഗ്രഹം നിങ്ങൾ കാണും. Children will be a blessing. Hallelujah. മക്കളെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എനിക്കൊരു അനുഗ്രഹമായിരിക്കും. My children will be a blessing for me. Hallelujah. Hallelujah. ഞാൻ താമസിക്കുന്ന വീട് ഒരു My അനുഗ്രഹമായിരിക്കും. house will be a blessing. ഇതൊന്നും ഞാൻ പറയുന്നത് എന്റെ വിശ്വാസത്തിന്റെ തീഷ്ണത കൊണ്ടല്ല. It's not out of my great faith I am speaking ഒരു this. പരീക്ഷത്വവും വേണ്ട. Without any pharisaical mindset. എല്ലാ പരീക്ഷത്വവും മാറ്റി വെച്ചിട്ട് Let all pharisaical mindset തുറന്നു പറ. open your heart and say, തുറന്നു പറ. ഓ ഗോഡ്, അങ്ങയുടെ വിശ്വസ്തതയ്ക്കകത്തേക്ക് ഞാൻ മറയുന്നു. oh Lord, I just enter and hide into the faithfulness of you, O ഓ Lord. അങ്ങയുടെ വിശ്വസ്തതയ്ക്കകത്തേക്ക് ഞാൻ മറയുന്നു. I enter and hide into the faithfulness of you, O പറഞ്ഞു Lord. പറഞ്ഞു പറഞ്ഞു സ്വീകരിച്ച്. Receive എന്റെ it. ദൈവം വിശ്വസ്തനാ. My God is പറ പറ faithful. പറ. എന്റെ ദൈവം വിശ്വസ്തനാ. My God is faithful. എന്റെ ദൈവം വിശ്വസ്തനാ. My God is എന്റെ faithful. ദൈവം വിശ്വസ്തനാ. My God is faithful. എന്റെ ദൈവം വിശ്വസ്തനാ. My God is faithful. എന്റെ വീട്ടിലേക്ക് തലയിലോട്ട് കൈവച്ച് Put your hand over your head എന്നിട്ട് വിളിച്ചു പറ. and then say, speak it. എന്റെ മേൽ കർത്താവിന്റെ വിശ്വസ്തതയുണ്ട്. Hallelujah. ഓ, ഹോ, 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 ഹോ. Enter into the faithfulness of God. Hallelujah. ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് Clap your hands. സ്തുതിച്ചോണ്ട് എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ചോണ്ട് Hallelujah. നമുക്ക് ഒരുമിച്ച് 2021 Let's സ്വീകരിക്കാം. welcome 2021. 4 നിമിഷങ്ങൾ. So 4 minutes more. 4 നിമിഷങ്ങൾ 4 minutes more to ഇതാ നമ്മെ വിട്ടുപോകുന്നു. 2021. എന്നിൽ പെയ്തിറങ്ങും അത് മഞ്ഞുപോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും അത് മാറിപ്പോലെ എന്നിൽ പെയ്തിറങ്ങും പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെ എന്നെ വിട്ടുമാറുകില്ല മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെ എന്നെ വിട്ടുമാറുകില്ല എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, കരമടിച്ചോണ്ട് പാടിക്കോ. നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, നിങ്ങളുടെ വിശ്വസ്തതയ്ക്കകത്തേക്ക് കൃപ എത്ര ഈ മക്കളെ സമർപ്പിക്കുന്നു നാഥാ. Lord, we just surrender ourselves into the faithfulness of you, O Lord. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും For all those who are watching us, അങ്ങയുടെ വിശ്വസ്തതയ്ക്കകത്തേക്ക് മറക്കുന്നു. enter into the faithfulness of God. അവരായിരിക്കുന്ന ഇടത്ത് അനുഗ്രഹം അനുഭവിക്കട്ടെ. Let them enjoy the blessings wherever they are. ദുഷ്ടന്റെ കയ്യിൽ നിന്നവർ കാത്തുകൊള്ളപ്പെടട്ടെ. Hallelujah. God them from the evil. കുരിശിന്റെ അടയാളത്താലേ At the mark of the sign of the cross. യേശുവിന്റെ നാമത്തില് In the name of Jesus. രോഗസൗഖ്യങ്ങൾ Let ഉണ്ടാകട്ടെ. there be healings. Great healing നടക്കട്ടെ. The great healings. We declare healing over the situation. Hallelujah. സൗഖ്യം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. യേശുവിന്റെ In നാമത്തില് the name of Jesus. വചനത്തിന്റെ ശക്തി The വ്യാപരിക്കട്ടെ. power of the word of God. പുനരുത്ഥാനത്തിന്റെ ശക്തി The വ്യാപരിക്കട്ടെ. resurrection of the power. കർത്താവിന്റെ വിശ്വസ്തത വ്യാപരിക്കട്ടെ. The faithfulness of God. മകളുടെ മേല്, Hallelujah. Empower them. മക്കളുടെ മേല്, Overflowing of the children. വീടിന്റെ മേല്, The houses. സാമ്പത്തിക മേഖലയുടെ മേല്, Financial areas. എന്റെ ആത്മീക ജീവിതത്തിന്റെ മേല്, And spiritual life. കുടുംബ ജീവിതത്തിന്റെ മേല്, Family life. ഭാര്യ ഭർത്തൃബന്ധത്തിനിടയില് Husband-wife relationship. കർത്താവേ അങ്ങയുടെ വിശ്വസ്തത Oh Lord, let your faithfulness ഒരു പരിചയമോ overflow. Hallelujah. യേശുവേ Hallelujah. ഒരു പെരുമഴ പോലെ അങ്ങയുടെ വിശ്വസ്തത ഇറങ്ങട്ടെ. എൻ
Let your faithfulness start overflowing. ദൈവശക്തി വെളിപ്പെടട്ടെ ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. വിശ്വാസമാർഗത്തിലായിരങ്ങൾ പൂർണ്ണമായി ചേർന്നിടട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. നിത്യവിശ്വാസമാർഗത്തിലായിരങ്ങൾ പൂർണ്ണമായി ചേർന്നിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസമാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇതാ നിമിഷം വന്നിരിക്കുന്നു. 2020 നമ്മെ വിട്ട് കടന്നു പോകുവാൻ 40 സെക്കൻഡുകൾ മാത്രം. Only 40 seconds for the 2022 movie. എന്നോട് ചേർന്ന് ആധരം തുറന്ന് സ്തുതിച്ചുകൊണ്ട് 2020 നമുക്ക് ടാറ്റ പറയാം. Let's say goodbye to 2020. 2021 കർത്താവിന്റെ വിശ്വസ്തതയോട് കൂടെ സ്വീകരിച്ചുകൊണ്ട് Let's receive 2021 with the faithfulness of God. ഒരു മനസ്സോടെ സ്തുതിക്കാം. One mind and accord, let's worship Him and thank Him. Hallelujah. Hallelujah. Here we go. 2019 2020 നമ്മെ വിട്ടു പോകുന്നു. 2020 is leaving us. 9 yes 8 പോവുകയാണ്. 2020 നമ്മെ വിട്ടു പോകുകയാണ്. 2020 is leaving us. Yes 6 yes here we go. 5 ഒരുമിച്ച് സ്തുതിച്ചോ, 4 ഒരുമിച്ച് സ്തുതിച്ചോ, ഏക ആത്മാവിൽ സ്തുതിച്ചോ, one mind സർവശക്തിയോടെ സ്തുതിച്ചോ. യേശുവേ, Lord Jesus. Hallelujah. 2021. the faithfulness of God, The faithfulness of God. The faithfulness of God. 2021. 2021 ദൈവിക വിശ്വസ്തതയുടെ വർഷം. 2021 is going to be a year of the faithfulness of God. ദൈവിക വിശ്വസ്തതയുടെ വർഷം. The faithfulness of God year 2021. Father, in the name of Jesus. Hallelujah. പിതാവേ, ഈ പുതിയ വർഷത്തിൽ ഓരോ മക്കളെയും തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് Lord, we പ്രാർത്ഥിക്കുന്നു. just commit each and every one into your hands. Lord. ഇതൊരു സാധാരണ പ്രാർത്ഥനയല്ല. It's not an ordinary prayer. എനിക്കറിയാം ഈ പുതിയ വർഷത്തിന്റെ സകല ഐശ്വര്യങ്ങളും All the 2021, all the blessings of this year, ഈ സമയത്ത് നിന്റെ മക്കളുടെ മേൽ ഇറങ്ങി വരട്ടെ. will come upon all your children. മാറാത്ത മറയാത്ത ദൈവത്തിന്റെ വിശ്വസ്തത, The faithfulness that never ending, never failing. പൊതിഞ്ഞു പിടിക്കുന്ന ദൈവിക The വിശ്വസ്തത, one that keeps surrounding and ഒരിക്കലും മാറാത്ത ദൈവിക never വിശ്വസ്തത leaving faithfulness. എല്ലാ മക്കളുടെ മേലും വ്യാപിക്കട്ടെ. Let it fall upon everyone. ഈ കോവിഡ് സിറ്റുവേഷന്റെ In നടുവിൽ the midst of the COVID pandemic, ഞങ്ങൾ കരമുയർത്തി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ the name of Jesus, 2021 2021, എന്നോട് ചേർന്ന് പറയുക, ഞാനും എന്റെ കുടുംബവും me and my family, എന്നോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലരും, all that is associated with me, ഞാനായിരിക്കുന്ന സംസ്ഥാനവും, ഞാനായിരിക്കുന്ന ജില്ലയും, the village of the state I am, ഞാനായിരിക്കുന്ന രാജ്യവും the country that I am, ദൈവിക വിശ്വസ്തത കൊണ്ട് the faithfulness of the year of ഇറങ്ങുന്ന God. വർഷം Hallelujah. ഒരുമിച്ച് സ്തുതിക്കാം. Hallelujah. 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 Father, in the name of Jesus, വിദൂര സ്ഥലങ്ങളിലിരുന്ന് For all those who are watching us from far off ഓരോ places. ന്യൂ ഇയറിനും ആയിരക്കണക്കിന് പേർ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന പ്രാർത്ഥനകളിൽ Hallelujah. ഇന്ന് സംബന്ധിക്കാൻ കഴിയാതെ ഈ അനുഗ്രഹം വാങ്ങുന്ന മക്കളുണ്ട്. For all those who could not watch us right now. ദീർഘവർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച് കയ്യിൽ പൈസ കൊടുത്ത് ഓരോ വർഷവും അതിന്റെ സാക്ഷ്യം പറയുന്ന മക്കളുണ്ട്. Hallelujah. ഈ സമയത്ത് ഞാൻ അങ്ങനെ തന്നെ വിശ്വാസത്താൽ ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കയ്യില്
പണമുണ്ടെങ്കിൽ കയ്യിലെടുത്ത് പിടിക്കുക. നിങ്ങളുടെ കയ്യിൽ കറൻസി ഉണ്ടെങ്കിൽ ഇപ്പോൾ കയ്യിലെടുത്ത് പിടിക്കുക. ഈ 2021 നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സമ്പത്ത് പൊലിക്കട്ടെ. ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിന്റെ പ്രേയർ ഇപ്പോൾ പ്രേയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കർത്താവേ, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ചെറുതും വലുതുമാകുന്ന തുകകളെ വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾക്കറിയാം 2021 ഞങ്ങൾക്ക് ദൈവിക വിശ്വസ്തതയുടെ വർഷമാണ്. 2021 is a year of faithfulness of God. കർത്താവിന്റെ വിശ്വസ്തതയുടെ വർഷമാണ്. Hallelujah. It's God's faithfulness year. മാറാതെ മറയാതെ ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവിക വിശ്വസ്തതയ്ക്കായിട്ട് The faithfulness doesn't leave us, covering us all the time. അങ്ങ് വലിയ കർത്താവായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നതിനായി Thank you, Lord, for moving for us. ഓരോ മക്കളുടെ കയ്യിലിരിക്കുന്ന സമ്പത്തിനെയും അനുഗ്രഹിക്കണമേ. Bless each and everyone who is holding. അവരുടെ അടുക്കലില്ല, അവരുടെ കയ്യിൽ അനുഗ്രഹിച്ചു കൊടുക്കാൻ. Hallelujah. They are not right here to be for them for us. പക്ഷേ അവരുടെ കയ്യിലിരിക്കുന്ന തുകയെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. But we bless them in the name of Jesus. അത് പൊലിക്കട്ടെ, Let it multiply. അത് വർദ്ധിക്കട്ടെ, Let it multiply. അതൊരു അനുഗ്രഹമാണ്. Let it be a blessing for them. ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു നാഥ, Hallelujah. എല്ലാ വീടുകളിലേക്കും കർത്താവിന്റെ വിശ്വസ്തത, Let the faithfulness of God move into every house. വ്യാപിച്ചിറങ്ങട്ടെ. Come upon അതിനുവേണ്ടി every ഞങ്ങൾ house. പ്രാർത്ഥിക്കുന്നു. Just pray for that, Lord. ഒരൊറ്റ പ്രാർത്ഥനയുള്ള കർത്താവേ, One prayer, Lord. അങ്ങയുടെ വിശ്വസ്തത, Your faithfulness, O Lord. അത് ഞങ്ങളെ വിട്ട് പിരിയരുതേ. You will never leave us, Lord. അത് ഞങ്ങളിൽ മാറരുതേ. Hallelujah. അത് ഞങ്ങളെ പൊതിഞ്ഞു നിർത്തണം. Let it cover us, O Lord. ഇതൊരു അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനയായി തീരണം. Let it be a prayer of blessing for all. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് 2021 ഈ നിന്റെ മക്കളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിന്റെ നിരന്തരമായ കൂട്ടായുള്ള പ്രാർത്ഥനയുടെ പിൻബലവും ശക്തമായ സംരക്ഷണത്തിന്റെ നിരന്തരമായ പ്രാർത്ഥനയും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. സ്വർഗീയ മാലാഖമാരെ കാവൽ മതിൽ തീർക്കണമേ. സകല വിശുദ്ധരുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. രക്തസാക്ഷികളെ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ധൈര്യം ഞങ്ങളുടെ ശിരകളിൽ പകരണമേ. സ്വർഗീയ മാലാഖമാരെ പോകുന്ന വഴികളിൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ സംരക്ഷണം തീർക്കണമേ. സന്യസ്തരെ, സമർപ്പിതരെ നിങ്ങളുടെ സമർപ്പണത്തോട് ചേർന്ന് ഞങ്ങളെ നിർത്തണമേ. പുരോഹിതരെ നിങ്ങളുടെ അധികാരത്തോട് ചേർന്ന് പൗരോഹിത്യ അധികാരത്തോടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളുടെ സകല ഐശ്വര്യത്തോടും ചേർത്ത് ഞങ്ങളെ നിർത്തണമേ. മെത്രാൻ സംഘമേ, മേൽപ്പട്ടക്കാരിൽ നിക്ഷിപ്തമാക്കിയ ദൈവിക അധികാരമേ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. കർത്താവായ ക്രിസ്തു വഴി പിതാവിന്റെ സ്നേഹത്തിന്റെയും പുത്രന്റെ കൃപയുടെയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയുടെയും സർവൈശ്വര്യം നിന്റെ മക്കളോടുകൂടെ 2021 കർത്താവിന്റെ വിശ്വസ്തതയുടെ പെരുപ്പമായി ഇപ്പോഴും എപ്പോഴും ഉണ്ടാകേണ്ടതിനായി കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുത്തരമരുളുമാറാകണമേ. ആമേൻ. Amen. ആമേൻ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഈശ്വരമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ താടു. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ബ്ലെസ്ഡ് ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. 2021 നോക്കി ഇപ്പോഴേ പറയുക, I will see the faithfulness of God everywhere I go. Hallelujah. 2021 കർത്താവിന്റെ വിശ്വസ്തതയെ എല്ലായിടത്തും ഞാൻ എൻ്റെ കണ്ണാൽ I will see the faithfulness of God in every areas of my life. Hallelujah. 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 Jan 1 മുതൽ ഇപ്പൊ തന്നെ വീട്ടിൽ എഴുതി വെക്കുക. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. ഒരു വൈറ്റ് പേപ്പർ Write it on a piece of paper. 2021 എന്ന് എഴുതുക. ആദ്യമായി 2021. Write എഴുതുക it. ദൈവിക വിശ്വസ്തതയുടെ വർഷം. The year of the faithfulness of God. ദൈവിക വിശ്വസ്തതയുടെ വർഷം. The year of the faithfulness of God. Every area എല്ലാ മേഖലകളും കർത്താവിന്റെ വിശ്വസ്തതയെ you're going to see that. അവിശ്വസ്തരായ 1000 പേരെ കണ്ടേക്കാം. There may be 1000 people who are unfaithful, പക്ഷേ കർത്താവിന്റെ വിശ്വസ്തതയെ but God's faithfulness is there. അത് ഉറപ്പിച്ചോണ്ട് സ്റ്റെപ്പ് Take a step with that in mind. അത് ഉറപ്പിച്ച് ഞാൻ കർത്താവിന്റെ വിശ്വസ്തതയെ എല്ലായിടത്തും കാണുമെന്ന് ഉറപ്പിച്ചോണ്ട് സ്റ്റെപ്പ്. Just see that just declare that I will see the faithfulness of God in every areas of my life. പുതിയ ബിസിനസ്സുകൾ തുടങ്ങുക. In new businesses. പുതിയ ക്ലയന്റുകളെ പ്രതീക്ഷിക്കുക.
പുതിയ ഓർഡറുകളെ പ്രതീക്ഷിക്കുക. Hallelujah. പുതിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് കാണുക. Hallelujah. Start seeing all this. പുതിയ പുതിയ ഓപ്പണിങ്ങുകൾ കാണുക. Start seeing new openings. ഓപ്പണിങ്സ് വരുന്നത് കാണുക. ന്യൂ കണക്ഷൻസ് ഡെവലപ്പ് ആകുന്നത്. Hallelujah. Start seeing new connections being developed. അൺഎക്സ്പെക്ടഡ് ഡോർസ് ഓപ്പൺ ആകുന്നത് കാണുക. Hallelujah. അവിചാരിതമായ സ്ഥലം. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള Unexpected things happening in your life. കാരണം നിങ്ങളുടെ വിശ്വാസത്തിലല്ല നിൽക്കുന്നത്. You're not standing on your faith. 2020 അങ്ങനെയൊക്കെ നിന്നാ നോക്കി. 2020 you stood on that. 2021 But 2021 enter into the faithfulness of God. Enter into the faithfulness of God. തോൽക്കത്തില്ലെന്ന് മാത്രമല്ല, Will not fail. തലയൊന്ന് കുനിക്കാൻ പോലും ഇടവൻ. God will not allow your head to be bowed down. ഞാൻ ഒന്നുകൂടി ആ വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യം. 2 Thessalonians 3. കാരണം വിശ്വാസം എല്ലാവർക്കും ഇല്ല. All doesn't have faith. എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്. But God is faithful. അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും He will strengthen you. ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ He will കാത്തുകൊള്ളുകയും. guard you from evil. ഇപ്പോൾ തന്നെ എഴുതുക ഒരു പേപ്പർ. Write it on a piece of paper. കർത്താവ് വിശ്വസ്തനാണ്. God is faithful. ഒരു പിക്ചർ എടുക്കുക. എനിക്കും വാട്സാപ്പിൽ അയച്ചതാണ്. ഞാൻ നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കട്ടെ. And send it by WhatsApp to us also. 2021 year of God's faithfulness. 2021 ദൈവത്തിന്റെ വിശ്വസ്തതയുടെ വർഷം. നിങ്ങൾ പെയിന്റ് ചെയ്യുന്നവരാണോ ഒന്ന് പെയിന്റ് ചെയ്ത് എഴുതിക്കുക. ഡ്രോ ചെയ്യുന്നവരാണോ ഡ്രോ വരച്ചൊക്കെ ഒന്ന് എഴുതിക്കുക. 2021 കർത്താവിന്റെ വിശ്വസ്തതയുടെ വർഷം. എന്നിട്ട് ഒരു പിക്ചർ എടുത്ത് എനിക്കും വാട്സാപ്പിൽ അയക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. Let's thank God together. Hallelujah. 9847389389 ഞാൻ ഉപയോഗിക്കുന്ന വാട്സാപ്പ് നമ്പറാ. ഇപ്പൊ തന്നെ അയക്കാം. Yeah, it's there on the screen. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. 2021 ദൈവിക വിശ്വസ്തതയുടെ വർഷം. For the year of the faithfulness of God 2021. 2021 God's faithfulness ന്റെ വർഷം. Yes. എന്തൊക്കെ പ്രോമിസ് പറഞ്ഞിട്ടുണ്ടോ? What all promises been spoken. അതാ എഴുതിയല്ലേ? Yeah. ഒന്ന് പറഞ്ഞു. 2021 is the year of promises. 2021 വാഗ്ദാനങ്ങളുടെ വർഷം. Permissions. അനുവാദങ്ങളുടെ വർഷം. And purposes. ഉദ്ദേശശുദ്ധിയുടെ വർഷം. Hallelujah. That's all coming. Wonderful faithfulness. ആ ഒറ്റ ഇതിന്റെ വിശ്വസ്തത എന്ന വാക്കിനകത്ത് അത് മുഴുവൻ വരുക. Comes in all that. ഹല്ലേലൂയ. ദൈവിക വാഗ്ദാനങ്ങൾ അതിനകത്ത് വരിക. Hallelujah. ദൈവിക അനുവാദങ്ങൾ അതിനകത്ത് വരിക. ദൈവിക അവസരങ്ങൾ അതിനകത്ത് വരിക. Promises, permissions and purpose comes in that one word, faithfulness. ഉദ്ദേശങ്ങൾ അത് മുഴുവൻ one word. Hallelujah. When I was preparing myself for 2021, it was God put in my heart. Hallelujah. You will be seeing the faithfulness of God. Hallelujah. എല്ലാ മേഖലയിലും In every areas of life. എല്ലാവർക്കും ന്യൂ ഇയർ വിഷ് ചെയ്യുന്ന എനിക്കറിയാം. നിങ്ങൾ എല്ലാവരും ന്യൂ ഇയറിന്റെ ഒരുപാട് തിരക്കിലായിരിക്കും. ഒത്തിരി പേർക്ക് വാട്സാപ്പ് മെസ്സേജും ഒക്കെ അയച്ചു കൊടുക്കാൻ ഉണ്ടായേക്കാം. യു വിൽ ബി മേ ബി ബിസി. ഒരു ന്യൂ ഇയറിന്റെ വിഷസ് എല്ലാവർക്കും നേരുന്നു. ഞായറാഴ്ച സൺഡേയില് നമ്മൾ ഒരുമിച്ച് കാണുകയാണ്. അതിന് മുമ്പ് നമുക്ക് വെള്ളിയാഴ്ച അല്ലേ? വെള്ളിയാഴ്ച ബൈബിൾ ക്ലാസ് ഉണ്ട്. ടുമോറോ ഓക്കെ. 1-ാം തീയതി അതായത് ഇന്ന് നമുക്ക് വൈകുന്നേരം ബൈബിൾ ക്ലാസ് ഉണ്ട്. 7 മുതൽ അല്ലേ? 7 o'clock മുതൽ ഇന്ന് ബൈബിൾ ക്ലാസ് ഉണ്ട്. മോണോഗനസ് ഏകജാതൻ അതാണ് വിശദീകരിക്കാൻ. Yes, monogamous. Special kind. അതാണ് വിശദീകരിക്കാൻ പോകുന്നത്. ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് അതിന്റെ ലിങ്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഇന്ന് രാത്രിയിലത്തെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ ബൈബിൾ ക്ലാസ്സിൽ എനിക്ക് പങ്കാളിയാകണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ 8589039039 നമ്പറിലേക്ക് റിക്വസ്റ്റ് ചെയ്താൽ ആ സൂം ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ദാറ്റ് യു ക്യാൻ ഓൾസോ participate in that. Thank you so much and have a wonderful year 2021, the year of God's faithfulness. കർത്താവിന്റെ വിശ്വസ്തതയുടെ വർഷം. Faithfulness of God. പിതാവിന്റെ നിത്യസ്നേഹത്തിന്റെയും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയുടെയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയുടെയും സർവ്വ ഐശ്വര്യം നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Amen.